തുടരെ തുടരെ വന്യജീവി ആക്രമണം. മുമ്പെങ്ങുമില്ലാത്ത വിധം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു. വയനാടാണ് ഏറ്റവും വലിയ ഇരയായിരിക്കുന്നത് ഈ വന്യജീവി ആക്രമണങ്ങൾക്ക്. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 3 പേർ കാട്ടാനയുടെയും കടുവയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇന്നലെ അസാധാരണമായ ജനകീയ പ്രതിഷേധത്തിന് പുൽപ്പള്ളി സാക്ഷ്യം വഹിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടതാണ്. വയനാട്ടിൽ ജനരോഷം ആളിക്കത്തുകയാണ്. അല്പസമയത്തിലകം രാഹുൽ ഗാന്ധി MP അവിടെ എത്തും. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 പേരുടെയും വീടുകൾ രാഹുൽ ഗാന്ധി സന്ദർശിക്കും. സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. പ്രത്യേകിച്ചും സജോ ഇപ്പോൾ ഉള്ളത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ചാലിഗദ്ദയിലെ അജീഷിൻ്റെ വീട്ടിലാണ്. അതുപോലെ സുർജിത്ത് അയ്യപ്പത്ത് പുൽപ്പള്ളിയിലുണ്ട്, അതുപോലെ അരുൺ പാറയ്ക്കലും പുൽപ്പള്ളിയിലുണ്ട്, തോൽപ്പെട്ടിയിൽ ഷഹദ് റഹ്മാനുണ്ട്. അപ്പോൾ ഇവർ 4 പേര് നമുക്കൊപ്പം ചേരുകയാണ്. നമുക്കാദ്യം വളരെ പെട്ടെന്ന് തന്നെ ഈ 4 പേർക്കും പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം. ആദ്യം സജോ ദേവസ്യയിലേക്ക്. സജോ, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. സജോ, എന്താണ് സജോയ്ക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് പെട്ടെന്ന് പറഞ്ഞാൽ? SKN ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വയനാടിന് ഈ സമീപകാലത്ത് നല്ല പ്രഭാതങ്ങളല്ല എന്നതാണ് വസ്തുത. വയനാട് എന്നത് വയൽനാടാണ്. പക്ഷേ വയൽനാട് ഇപ്പോൾ ഭീതിയുടെ നാടായി മാറിയിരിക്കുന്നു എന്നാണ്. 3 ആഴ്ചക്കിടെ 3 മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത്. ഇന്നും വന്യജീവി ആക്രമണങ്ങൾ വളർത്തുമൃഗങ്ങൾക്കെതിരെയും മറ്റും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അസാധാരണമായ ജനകീയ പ്രതിഷേധങ്ങളൊക്കെ ഈ നാട് കണ്ടതാണ്, സാക്ഷ്യം വഹിച്ചതാണ്. അതിൽ തന്നെ ഈ ശാസ്ത്രീയമായ ഈ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ ഇടപെടലുകൾ ഉണ്ടാകണം എന്ന ആവശ്യങ്ങൾ ജനങ്ങൾ, അതായത് ഈ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകണം എന്ന ആവശ്യങ്ങളൊക്കെയാണ്. ഇന്ന് രാഹുൽ ഗാന്ധിയും അല്പസമയത്തിനകം, ഞാൻ കരുതുന്നത് 8 മണിയോടുകൂടി അദ്ദേഹം എത്തുമെന്നാണ്. അദ്ദേഹം ഭാരത് ജോഡോ ന്യായയാത്ര ഇടയ്ക്ക് വെച്ച് നിർത്തിയ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അവിടെ നിന്നും അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട്. കൂത്തുപറമ്പ് വഴിയാണ് വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മോടൊപ്പം MLA കൂടി ചേരുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം 8 മണിയോടുകൂടി എത്തുമെന്നാണ് കരുതുന്നത്? 7:45 ഇവിടുത്തെ ഷെഡ്യൂള്. ഇവിടുന്ന് ഒരു 8:30 ഇവിടുന്ന് പുറപ്പെടും. ആദ്യം അജീഷിൻ്റെ വീട്, അതിനുശേഷം പോളിൻ്റെ വീട് പാക്കം പോളിൻ്റെ വീട്ടിൽ പോയി അവരുടെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയതിന് ശേഷം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നേരെ കടുവ പ്രജീഷിൻ്റെ വീട്ടിൽ പോവും, മൂടക്കൊല്ലി പോവും. മൂടക്കൊല്ലി കഴിഞ്ഞ് 10:30 കൽപ്പറ്റ റെസ്റ്റ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം മൂപ്പർ തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. കാരണം ജോഡോ ന്യായ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പോവും. MLA ഷെഡ്യൂൾ സംബന്ധിച്ചാണ്, രാഹുൽ ഗാന്ധി MPയുടെ ഷെഡ്യൂൾ സംബന്ധിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പ്രജീഷിന്റെ വീട്ടിലേക്ക്, അതായത് അജീഷിന്റെ വീട്ടിലേക്കാണ് ആദ്യം എത്തുക. അജീഷ് വേലൂർ മഗ്ന എന്ന മോഴയാന ആളെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലേക്കാണ് ആദ്യം എത്തുക. അതിനുശേഷം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായ, അതായത് കുറുവാ ദ്വീപിലെ താൽക്കാലിക വാച്ചറായിരുന്ന പോളിന്റെ വീട്, അത് പുൽപ്പള്ളിക്കടുത്ത പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്, അങ്ങോട്ടേക്ക് പോകും. അതിനുശേഷം നാളുകൾക്ക് മുൻപ് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലിയിലെ പ്രജീഷിന്റെ വീട്ടിലും പോകും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഒരു അവലോകന യോഗം, ഒരു റിവ്യൂ മീറ്റിംഗ് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നിരവധി പരാതികളുണ്ട്. ഒന്ന്, ഇനിയിപ്പോൾ നമ്മുടെ വയനാടിന് മാത്രമല്ല കേരളത്തിന് തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം വിഷയത്തെ ശാസ്ത്രീയമായി യുക്തിഭദ്രമായി സമീപിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെ ഏതെല്ലാം നിലയ്ക്ക് പരിഹരിക്കാം, വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യരുടെ സ്വത്തും ജീവനും ഏതെല്ലാം നിലയ്ക്ക് സംരക്ഷിക്കണം എന്ന നിലയ്ക്കുള്ള വലിയ ചർച്ച, അത് കേരളത്തിന്റെ തന്നെ മുന്നോട്ട് പോക്കിന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനെ ഏതെങ്കിലും നിലയ്ക്ക് ഇനി അവഗണിക്കാൻ കഴിയില്ല. അത്രയേറെ ജനരോഷം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിൽ കേസുകളും മറ്റുമൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ ആളുകൾ ആ കേസുകളൊക്കെ വരും എന്ന് കരുതിക്കൊണ്ട് തന്നെ ഇത്രയും വൈകാരികമായി പ്രതികരിക്കുന്നത്, 3 ആഴ്ചക്കിടെ ജീവനുകൾ നഷ്ടമാകുന്നു. കണക്കുകളാകെ പരിശോധിച്ചാൽ, കഴിഞ്ഞ കുറച്ചു കാലത്തെ കണക്കുകൾ തന്നെ പരിശോധിച്ചാൽ ധാരാളം മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകുന്നു. അവരുടെ സ്വത്തുക്കൾ, അവരുടെ വിളകൾ, അങ്ങനെ കൃഷിയിടങ്ങൾ, കൃഷി സാധ്യമാകാതെ വരുന്നു. അങ്ങനെ ജനജീവിതം വലിയ തോതിൽ ഈ ഒരു പ്രശ്നത്തെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സാമൂഹിക സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനെ ആളുകൾ പറയുന്നത് സമഗ്രമായ പദ്ധതികൾ ഉണ്ടാകണം. യഥാർത്ഥത്തിൽ കേരളം, അല്ലെങ്കിൽ കേരളത്തിലെ വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കൂടിയൊക്കെ അനുമതിയോടുകൂടിയാണ്. പരിമിതമായ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ ചെയ്യാൻ കഴിയുന്ന പ്രായോഗികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഫെൻസിങ്, ആനമതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരം ഇടപെടലുകൾ, അങ്ങനെ കാര്യക്ഷമമായ ഇടപെടലും വിപുലമായ പദ്ധതിയും സമഗ്രമായ ഇടപെടലുകളും ഒക്കെ ഉണ്ടാകണം എന്ന ആവശ്യമാണ്. RRT വിപുലീകരണം ഉൾപ്പെടെ അത്തരം ചർച്ചകളാണ് ഇനി യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നാട്ടുകാർ നമുക്കൊപ്പം ചേർന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ പുൽപ്പള്ളിയിൽ പ്രതിഷേധത്തിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസ് ശക്തമായ നടപടിക്ക് തയ്യാറെടുക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അക്രമത്തിൽ ആസൂത്രണം ഉണ്ടായോ എന്ന് പോലീസ് അന്വേഷിക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 5 കേസുകൾ ഇന്നലെ പോലീസ് രജിസ്റ്റർ ചെയ്തു. വിവിധ അക്രമ സംഭവങ്ങൾ കണ്ടാൽ അറിയാവുന്ന 100 പേർക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് പുൽപ്പള്ളിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സുർജിത്ത് അയ്യപ്പത്ത്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് കടുത്ത നടപടിയിലേക്ക് കടക്കുന്നത്. ഇതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ തീർത്തും സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ഈ സമര പരിപാടികൾ നടന്നിരുന്നത് ആ പ്രദേശത്ത്. പക്ഷേ പിന്നീട് അതിന്റെ സ്വഭാവം മാറുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെയും ജനപ്രതിനിധികളെ പോലും മുഖവിലക്കെടുക്കാതെ ഈ അക്രമ സ്വഭാവത്തിലേക്ക് ആ സമരം നീങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു ആസൂത്രണം ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിലവിൽ 5 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് 5 FIRകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചതും അതോടൊപ്പം തന്നെ വനംവകുപ്പിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 11 മണിയോടുകൂടിയാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്ന ഒരു സാഹചര്യം പുൽപ്പള്ളിയിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വാഹനത്തിന്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയ വാഹനത്തിന്റെ ടയറിലെ കാറ്റഴിച്ചു വിടുകയും അതോടൊപ്പം ഇവരെ വാഹനത്തിന്റെ സൈഡിലുള്ള ഷീറ്റുകൾ വലിച്ചു കീറുകയും ഈ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ കയ്യേറ്റം ചെയ്യുകയുമാണ് ചെയ്തത്. ഷാജി എന്നു പേരുള്ള ഓഫീസറെയാണ് കയ്യേറ്റം ചെയ്തത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ആ ജീപ്പ് അവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിന്റെ തലേ ദിവസം, അതായത് ഇദ്ദേഹത്തിന് പോളിന് പരിക്കേറ്റ് മാനന്തവാടി ആശുപത്രിയിലേക്കും അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. ഈ ഘട്ടത്തിലെല്ലാം തന്നെ ഇതിനുശേഷം വിലാപയാത്രയായി ഇവിടേക്ക് എത്തിയതുവരെ, പുൽപ്പള്ളിയിലേക്ക് എത്തിയതുവരെ ഈ ജീപ്പ് ഉണ്ടായിരുന്നു. അതായത് ഈ ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. കാരണം വനം വകുപ്പിലെ തന്നെ താൽക്കാലിക വാച്ചറായി ജോലി ചെയ്യുന്ന ആളാണ് പോൾ. അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി എത്തിയത്. ഈ സാഹചര്യത്തിൽ എത്തിയ ജീപ്പിലെ പോലും വെറുതെ വിടാത്ത അതിലുള്ള ഉദ്യോഗസ്ഥരെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് ആ സമരത്തിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കേസിലേക്ക് കിടക്കുന്നത്. മാത്രമല്ല മൃതദേഹം തടഞ്ഞതിനും പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞതിനും ഉൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ 5 കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ സൂക്ഷ്മമായ പരിശോധനയ്ക്കാണ് പോലീസ് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. പുറത്തു നിന്നും എത്തിയവരുടെ ആസൂത്രണം ഈ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. മാത്രമല്ല ജനപ്രതിനിധികളെ പോലും അവഹേളിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ സമരരംഗം മാറിയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ ഒരു ആസൂത്രണത്തിന്റെ ചുവ മണക്കുന്നുണ്ട് പോലീസ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് കർശനമായ രീതിയിലേക്ക് നടപടിയിലേക്ക് കടക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ച് കേസെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇതിൽ ആരൊക്കെയാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.